ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ വത്സൻ തില്ലങ്കേരി ഈ വിഷയത്തിൽ ജനം ടിവിയോട് പ്രതികരിച്ചിരിക്കുകയാണ്. വത്സൻ തില്ലങ്കേരി, നമുക്കറിയാം അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇടപെടുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് നോക്കാം. പ്രതികരണത്തിൽ നിരവധി പരാതികൾ പുറത്തുനിന്നും അകത്തുനിന്നുമെല്ലാം വന്നിട്ടും അവയിൽ പലതും വളരെ ഗുരുതരമായ പരാതികളായിട്ടും കേരള പോലീസ് കേസെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ നിയമ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറാകാത്തത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഏത് മതത്തിനും അവരുടെ വിശ്വാസത്തെ പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഹിന്ദുക്കൾ ഭൂരിപക്ഷമായതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഭരണഘടനയിൽ അങ്ങനെ ഒരു വ്യവസ്ഥ എഴുതി ചേർത്തിട്ടുള്ളത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ സഹിഷ്ണുതയോടുകൂടി ജീവിക്കുന്ന ഹിന്ദു സമൂഹത്തിലെ വിശ്വാസത്തെയും ആരാധനാബിംബങ്ങളെയും അതിനിശ്ചിതമായി അവഹേളിച്ചുകൊണ്ടുള്ള നിരവധി പ്രസംഗങ്ങൾ ഈ പാസ്റ്റർ നടത്തിയതായിട്ട് തെളിവുകൾ സഹിതം പൊതുസമൂഹത്തിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഹിന്ദുക്കളുടെ ആരാധനാ ബിംബങ്ങളെ, ഭദ്രകാളി ഉൾപ്പെടെയുള്ള ദേവീ സങ്കല്പങ്ങൾ ഉൾപ്പെടെയുള്ള ആരാധനാ സങ്കല്പങ്ങളെ അത്യന്തം ഹീനമായ നിലയിലാണ് അവഹേളിച്ചിട്ടുള്ളത്. പക്ഷേ പോലീസ് നടപടിയെടുക്കുന്നില്ല. മതപരിവർത്തനം വ്യാപകമായി നടത്തുകയാണ്. ഞാൻ മതപരിവർത്തനം ചെയ്യും, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പൊതുസമൂഹത്തിൽ വെല്ലുവിളിക്കുകയാണ് ഒരാൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വെല്ലുവിളി ഉയർത്തുന്നത്? ഇത്തരം വെല്ലുവിളി ഉയർത്താനുള്ള ധാർഷ്ട്യം നൽകുന്നത് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ താങ്കൾ എന്ത് തോന്നിയാസം കാണിച്ചാലും, എന്ത് വൃത്തികേട് കാണിച്ചാലും തങ്ങൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കില്ല എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ്, അതിൻ്റെ ധാർഷ്ട്യത്തിലാണ് ഇത്തരം വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ സർക്കാർ, ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രിയുണ്ട്, കേരളത്തിലെ ക്രമസമാധാനത്തിൽ തകർക്കുന്ന, മതസൗഹാർദ്ദം തകർക്കുന്ന, വിശ്വാസികളെ തമ്മിലെടുപ്പിക്കുന്ന ഇതുപോലുള്ള നീചന്മാർ അവരെ കയറൂരി വിടുന്ന കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ഇതിന് കണക്ക് പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഈ തെമ്മാടിയെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാൻ ഗവൺമെൻറ് സംവിധാനങ്ങൾ തയ്യാറാകണം എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ ഈ നാട്ടിൽ മാധ്യമ സ്വാതന്ത്ര്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മതസ്വാതന്ത്ര്യം പോലെ തന്നെ മാധ്യമ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ പാസ്റ്ററുടെ ഇതുപോലുള്ള നെറുകേടുകളെ തുറന്നു കാണിക്കാൻ ജനം ടി വി തയ്യാറായി. മറ്റു പല മാധ്യമങ്ങളും അതിന് തയ്യാറാകുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ തയ്യാറായ ജനം ടി വി വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ മുമ്പാകെ ഈ കാര്യങ്ങൾ എത്തിക്കുന്ന ജനം ടി വിക്കെതിരായിട്ട് വലിയ അധിക്ഷേപമാണ് നടത്തുന്നത്, ഭീഷണിയാണ് നടത്തുന്നത്. ഇയാളെന്താ വിചാരിച്ചിരിക്കുന്നത്? പണ്ട് ഇവിടെ ബ്രിട്ടീഷുകാരും യൂറോപ്യന്മാർ, ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇതൊക്കെ ക്രിസ്ത്യാനികളിവിടെ ഭരിക്കുന്ന സമയത്ത് അന്ന് അവരുടെ അധികാരത്തിൻ്റെ ബലത്തിൻ്റെ പുറത്ത് ഇവിടെ പലതും നടത്തിയിട്ടുണ്ട്. അന്ന് ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. അന്ന് ഹിന്ദു ദേവീദേവന്മാരെ ആക്ഷേപിച്ചിട്ടുണ്ട്. അധികാരവും പണവും ഉപയോഗിച്ചുകൊണ്ട് അന്ന് കൂട്ട മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. അന്ന് ഇതുപോലെ ധാർഷ്ട്യങ്ങൾ പലതും കാണിച്ചിട്ടുണ്ട്. ആ കാലം പോയി. ഇത് പുതിയ കാലമാണ്. അതുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ എന്ത് തോന്നിയാസവും എന്ത് അധിക്ഷേപവും ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഇത്തരം വെല്ലുവിളികളൊക്കെ നടത്തുന്നതെങ്കിൽ അതങ്ങ് മടക്കി വെച്ചേക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ ഹിന്ദു സമൂഹത്തിലെ ഈശ്വര സങ്കല്പങ്ങൾക്കെതിരായിട്ട്, വിശ്വാസങ്ങൾക്കെതിരായിട്ട് അധിക്ഷേപങ്ങൾ ചൊരിയുകയും പരസ്യമായ മതപരിവർത്തന വെല്ലുവിളികൾ നടത്തുകയും ചെയ്യുന്നതിനെ പ്രതികരിക്കാൻ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി വരും. ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്കൊരു ചുമതലയുണ്ട്. നമ്മുടെ ഈ നാട്ടിൽ ഇത്തരം പണത്തിന് വേണ്ടി അത്യാർത്തിയോടുകൂടി വിദേശ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം കാര്യങ്ങൾ അത് അതിരുവിട്ടാൽ എന്തായിരിക്കും അതിൻ്റെ പരിണതഫലം എന്ന് ചിന്തിക്കാൻ സഭാ നേതൃത്വം തയ്യാറാണ്. പക്ഷെ അവർ നിസ്സാരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ കത്തോലിക്കരെയും മതം മാറ്റും, മാർത്തോമക്കാരെയും മതം മാറ്റും, ഓർത്തഡോക്സുകാരെയും മതം മാറ്റും, ഇവരെല്ലാവരെയും മതം മാറ്റുന്നവരാണ്. സഭയിൽ അതിനെ കുഞ്ഞാട് മോഷണം എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് കുഞ്ഞാടുകളെ ഇവർ മോഷ്ടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അവരതിൽ ഖിന്നരാണ്. അങ്ങനെ സഭക്കകത്തും മതപരിവർത്തനം നടത്തുന്നു, സഭയ്ക്ക് പുറത്ത് ഇതര മതസ്ഥരെ അവർ മതപരിവർത്തനം നടത്തുന്നു, എന്നിട്ട് വെല്ലുവിളിക്കുന്നു. ഈ ധാർഷ്ട്യത്തിന് ഹിന്ദു സമൂഹം ശക്തമായി തിരിച്ചടി നൽകും. പക്ഷേ നിയമം അതിൻ്റെ നടപടി സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകൾക്കകത്ത് അദ്ദേഹത്തിന് കേസെടുത്ത് നടപടി സ്വീകരിക്കുന്ന രമേശ് ചെന്നിത്തലക്ക് എന്തായി പാസ്റ്ററിനോട് പേടി? പാസ്റ്ററിൻ്റെ കാര്യം പറയുമ്പോൾ എന്താ മുട്ടടിക്കുന്നത്? ഇത്രയും ക്രൂരമായ കാര്യങ്ങൾ ചെയ്തിട്ട് എന്താ അനങ്ങാത്തത്? നട്ടലുള്ള ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ നടപടി സ്വീകരിക്കണം. ഇക്കാര്യത്തിൽ സർക്കാർ ഇച്ഛാശക്തിയോടുകൂടി പെരുമാറണം. അത് നീതി
നടപ്പാക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ന്യായമായ ചുമതല മാത്രമാണ്. ആ ചുമതല നിർവഹിക്കണം എന്ന് അതിശക്തമായി ആവശ്യപ്പെടുകയാണ്. യെസ്, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ വത്സൻ തില്ലങ്കേരിയുടെ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്. ഈ തെമ്മാടിയായ പാസ്റ്റർക്കെതിരെ എത്രയും വേഗം നടപടിയെടുക്കണം. നിയമ സംവിധാനം അതിന്റെ വഴിക്ക് പോയാലും ഇല്ലെങ്കിലും ഹൈന്ദവ സമൂഹം ഇത്തരം ആളുകൾക്കെതിരെ കനത്ത തിരിച്ചടി നൽകും എന്ന ശക്തമായ പ്രതികരണമാണ് വത്സൻ തില്ലങ്കേരിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അതാണ് പ്രതികരണം. തീർച്ചയായിട്ടും അതാണ് നട്ടലുള്ള പ്രതികരണമാണത്. കാരണം നിയമത്തെ കയ്യിലെടുക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. നിയമത്തിനെ നമ്മൾ കാത്തിരിക്കുകയാണ്. അദ്ദേഹം പറയാം നിയമത്തിനെ കാത്തിരിക്കുകയാണ്. ഈ നട്ടലുള്ള ആഭ്യന്തരമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് കേസെടുത്തുകൂടാ? അദ്ദേഹം പറഞ്ഞ കൃത്യമാണ്. RV ബാബുവിനെതിരെ കേസെടുത്തത് നിസാരമായ ഒരു പോസ്റ്റിന്റെ പേരിലാണ്. ഹിന്ദു നേതാക്കന്മാർക്കെതിരെ കേസെടുക്കുന്ന അത്തരത്തിലാണ്. പക്ഷെ ഇവിടെ ഇത്രയും വലിയ തെമ്മാടിത്തം ചെയ്ത, ഇത്രയും വലിയ ക്രൂര ചെയ്ത, കൊടും ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത ആളിനെതിരെ കേസില്ല. എന്തൊരു നിയമ സംവിധാനമാണ് നോക്കണം.